So our question is evaluate double integral xy dx dy over the area between y is equal to x square and y is equal to x. Here our aim is to integrate double integration xy dx dy. The limit of x and y are not given here, but we have given where we have to do this integration. Over the region or over the area between y equal to x square and y equal to x. അപ്പം നമുക്ക് തന്നിരിക്കുന്ന റീജിയനിൽ നിന്ന് വേണം നമുക്കിതിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദ ഫിഗർ കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ഇക്വേഷൻ. ആ ഏരിയ ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻസ് 1 by 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. y is equal to x square. As you all know, y is equal to x square എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ പരാബോള. ഇതിൻ്റെ ഒരു പരാബോളയാണ്, y ആക്സിസിന് സിമ്മട്രിക് ആയിട്ടുള്ള പരാബോളയാണ്. അപ്പോൾ നമ്മളൊരു റഫ് ഫിഗർ വരച്ചാൽ മതി. y is equal to x square എന്ന് പറയുന്ന പരാബോള വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് y is equal to x. y is equal to x എന്ന് പറയുന്ന ലൈൻ 0 0 1 1, അതായത് y1 x1 y0 x0 ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ലൈനാണ്. ആ ലൈൻ നിങ്ങൾക്കറിയാം, 0 0 1 1 ഇങ്ങനെ കടന്നു പോകുന്ന എക്സ് വൈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിന് സിമെട്രിക് ബൈസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈനാണ്. അത് നിങ്ങൾക്കറിയാം. സോ വി വിൽ ഡ്രോ ദിസ് ലൈൻ. ഓക്കെ, സോ വി ഹാവ് ഗോട്ട് ദ ഇക്വേഷൻ ഫോർ ദ ലൈൻ y is equal to x also. Okay, so this is the parabola, the part of the parabola, and this is the line y is equal to x. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും അല്ലെങ്കിൽ കേർവ്സും ബൗണ്ട് ചെയ്യുന്ന റീജിയനിലാണ് നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ. ഓക്കെ, സോ ഈ റീജിയനിലാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം വി നീഡ് ദ റേഞ്ച് ഓഫ് എക്സ് ആൻഡ് റേഞ്ച് ഓഫ് വൈ, ലിമിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് വൈ. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഐ ആം ഡ്രോയിങ് എ വെർട്ടിക്കൽ ലൈൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ. ആ റീജിയനിൽ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഓക്കെ, ഇനി ആ വെർട്ടിക്കൽ ലൈൻ നമ്മൾ ഈ ഏരിയനെ കവർ ചെയ്യുന്ന വിധത്തിൽ മൂവ് ചെയ്യണം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഈ ലെഫ്റ്റിൽ നിന്നും ഈ വെർട്ടിക്കൽ ലൈൻ നമ്മൾ ഈ ഏരിയ കവർ ചെയ്യുന്നത് പോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ് അത് എൻഡ് ചെയ്യുന്നത്. അതായത് വെർട്ടിക്കൽ മൂവ്മെൻറ്റിനെ നമ്മൾ എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് ലിമിറ്റ്സ് നമുക്ക് കിട്ടുക വെർട്ടിക്കൽ മൂവ്മെൻറ്റിൽ. അതായത് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ നമുക്കവിടെ എക്സിൻ്റെ ലിമിറ്റ്സാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുക. ഇനി ആ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വെർട്ടിക്കൽ ലൈൻ്റെ മൂവ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെയാണ് അല്ലേ, ഈ ഏരിയയുടെ തുടക്കത്തിൽ, അതായത് ഈ റീജിയൻ്റെ തുടക്കത്തിൽ, അതായത് 0 0. അതായത് എക്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0ആണ്. ഈ വെർട്ടിക്കൽ ലൈൻ ഇവിടെ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഈ റീജിയൻ കവർ ചെയ്യാനായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഉള്ള എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഇനി അതുപോലെ തന്നെ ഇത് എൻഡ് ചെയ്യുന്ന പോയിൻ്റാണ് എക്സിൻ്റെ അപ്പർ ലിമിറ്റ്. ഇത് എൻഡ് ചെയ്യുന്ന എവിടെയാണ്? ഈ പോയിന്റിലാണ്, റീജിയനിൽ ഇവിടെ വരെയാണ് ഈ റീജിയൻ ഉള്ളത്. അപ്പോൾ ഈ പോയിൻ്റ് ആക്ച്വലി നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈസ് ഈക്വൽ ടു എക്സും ഈ രണ്ട് ഇക്വേഷൻസ്, ഈ രണ്ട് കർവ്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണിത്. സോ ഈ രണ്ട് കർവ്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയതുകൊണ്ട് ബൈ സോൾവിങ് ദീസ് ടു ഇക്വേഷൻ യു വിൽ ഗെറ്റ് ദ പോയിൻ്റ് ഹിയർ. ഇവിടെ y ഈക്വൽ ടു എക്സ്, അപ്പോൾ നമുക്കിവിടെ വൈക്ക് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ വൈക്ക് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. അപ്പം എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. ഇനി എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിൻ്റാണ് ഇത്. ഓക്കെ, എക്സ് ഈക്വൽ ടു 1. ഇനി എക്സ് 1 ആകുമ്പോൾ ഒബ്വിയസ്ലി വൈ ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് വൈയും 1 ആണ്. സോ ദിസ് ഈസ് ദ പോയിൻറ്റ് 1 1. അതായത് ഈ രണ്ട് കർവ്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് ഇക്വേഷനും യു ക്യാൻ സൈമിൾട്ടേനിയസ്ലി സോൾവ് ദ ഇക്വേഷൻ. ഐ വിൽ ഐഡൻറ്റിഫൈ ദ പോയിന്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ so that you have got this point is 1 1 and its x coordinate is 1. Therefore this horizontal or this vertical line will move from 0 to 1 അല്ലേ. എക്സിൻ്റെ കോർഡിനേറ്റ് 0 മുതൽ 1 വരെയാണ് മൂവ് ചെയ്യുന്നത്. സോ അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത്. സോ ദ ലിമിറ്റ് ഓഫ് എക്സ് ഈസ് ടേക്കൺ ആസ് 0 to 1.
ഇനി അതുപോലെ അടുത്തത് നമുക്ക് വേണ്ടത് വൈഡ് ലിമിറ്റാണ്. വൈഡ് ലിമിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ വരച്ചിരിക്കുന്ന വെർട്ടിക്കൽ ലൈനിൻ്റെ ലോവർ എൻഡ് താഴെ ഭാഗം എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. ഈ ഒരു പർട്ടിക്കുലർ പരാബോളയിലാണ് ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ ലോവർ എൻഡ് ടച്ച് ചെയ്തിരിക്കുന്നത്. ആ പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? y = x² ആണ്. അതായത് ഇനി നമുക്ക് വേണ്ടത് വൈയുടെ ഇക്വേഷനാണ്. സോ y = x² ഇൻ ദ ലോവർ എൻഡ് ഓഫ് ദ വെർട്ടിക്കൽ ലൈൻ. y = x² ആയതുകൊണ്ട് ഇതിൻ്റെ ലോവർ ലിമിറ്റിനെ നമുക്ക് y = x² ആയതുകൊണ്ട് x² എന്ന് എടുക്കാം. ഓക്കെ, ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ ലോവർ എൻഡ് ടച്ച് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ഫിഗറിൻ്റെ കർവിൻ്റെ ഇക്വേഷനാണ് നമ്മൾ വൈഡ് ലിമിറ്റായിട്ട് എടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ്. അതായത് y = x². 2. അതുപോലെ അപ്പർ ലിമിറ്റ് കാണാൻ വേണ്ടി ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ അപ്പർ എൻഡ് എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. അത് ഓൺ ദ ലൈൻ y = x ആണ്. അതായത് y വാല്യൂ എന്ന് പറയുന്നത് ആ ലൈനിൽ x ആണ്. അതായത് y വേരീസ് ഫ്രം x² to x. അപ്പോൾ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് അതിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെൻറ്റിൽ എക്സിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിൻറ്റ് എക്സിൻ്റെ ലിമിറ്റായിട്ടും അതുപോലെ തന്നെ വൈഡ് ലിമിറ്റ് ലോവർ എൻഡും അപ്പർ എൻഡും ടച്ച് ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ഫിഗേഴ്സിൻ്റെ ഇക്വേഷൻസിൽ നിന്നും എക്സിൻ്റെ ടേമിൽ വൈയുടെ ലിമിറ്റ് നമുക്ക് കിട്ടും. സോ y വേരീസ് ഫ്രം x² to x ആൻഡ് x വേരീസ് ഫ്രം 0 to 1. സോ ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ xy dx dy നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് ഏതാണോ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കിട്ടിയിരിക്കുന്നത് അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രേഷൻ. എന്ന് പറഞ്ഞാൽ ഔട്ടർ ഇൻ്റഗ്രൽ വിൽ ബി വിത്ത് റെസ്പെക്ട് ടു എക്സ് ബിക്കോസ് ഇറ്റ്സ് ലിമിറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങളതാണ് ഓർത്തിരിക്കേണ്ടത്. നമുക്ക് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ആണ് ഏറ്റവും ആദ്യം എഴുതേണ്ടത്, അല്ലെങ്കിൽ അവസാനം ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ വേരിയബിളാണ് dx ആയിട്ട് വരുന്നത്. ഇനി ഉള്ളിൽ ചെയ്യേണ്ടതാണ് ഫംഗ്ഷൻ വേരിയബിൾ ലിമിറ്റ് വരുന്ന ഇൻ്റഗ്രലാണ് നമ്മൾ ഉള്ളിൽ ചെയ്യുന്നത്. ഇന്നർ ഇൻ്റഗ്രൽ ഈസ് വിത്ത് വേരിയബിൾ ലിമിറ്റ്സ്. അതായത് ഇൻ്റഗ്രൽ വേരിയബിൾ ലിമിറ്റ്സ് നോക്കാം x² to x, അത് വൈയുടെ ലിമിറ്റ്സ് ആണ് അല്ലേ. സോ x into y. So this is how we put the limits accordingly as whether it is a constant limit or as variable limits. അപ്പോൾ നമുക്കിനി ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ എളുപ്പമാണ്. ഓൾറെഡി നമുക്ക് ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രേഷൻ dy വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് കോൺസ്റ്റൻ്റ് ആണ്. വൈയുടെ ഇൻ്റഗ്രൽ ഈസ് y²/2 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക x² to x. ഓക്കെ, സോ ഇറ്റ്സ് ഈസ് ഈക്വൽ ടു okay, then limit apply x y²/2 x to x². So x into applying the limit, it's x² minus x raised to 4. You can take 1/2 outside. So integral 0 to 1. ഇത് നമുക്ക് x³ minus x raised to 5 dx എന്ന് കിട്ടും. Okay, so it is equal to 1/2 into. Now you again integrate with respect to x. Ippam the whole function is in terms of x. So it is easy to evaluate it. X raised to 4 minus 4 and x raised to 6/6, and you will get the limit as 0 to 1. So your answer is now 1/2 into 1/4 minus 1/6. So it is equal to 1/2 into 24. So 6 minus 4 is 2. Okay. So you will get 1/24 as your answer. Okay. So usually നമുക്ക് തന്നിരിക്കുന്ന കർവിൽ വെർട്ടിക്കൽ ലൈൻ വെച്ച് വരയ്ക്കുമ്പോഴാണ് എക്സിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻറ്റും വൈയുടെ ലിമിറ്റ് വേരിയബിൾസും ആയിട്ട് കിട്ടുക. ഓക്കെ, ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് വേണമെങ്കിൽ വൈയുടെ ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേറെ രീതിയിലും കൂടി ഇവാലുവേറ്റ് ചെയ്ത് കാണിക്കാം. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു റൂളിൽ അനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്താൽ മതി. പക്ഷേ വൈയുടെ ടേംസിലാണ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഓർഡർ ഒക്കെ പറയുമ്പോൾ നമുക്ക് തിരിച്ചുള്ള ഇവാലുവേഷനും കൂടെ നമ്മൾ പഠിക്കണം. അതായത് ഈ ഇൻ്റഗ്രലിൽ നമ്മൾ മുമ്പേ ആദ്യത്തെ കേസിൽ നമ്മൾ എക്സ് കോൺസ്റ്റൻറ്റും വൈ വേരിയബിൾ ലിമിറ്റും ആയിരുന്നു. എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സും വൈക്ക് വേരിയബിൾ ലിമിറ്റും ആയിരുന്നു. ഇനിയുള്ള കേസിൽ നമുക്ക് വൈക്ക് കോൺസ്റ്റൻറ്റ് ലിമിറ്റും എക്സിന് വേരിയബിൾ ലിമിറ്റുമായിട്ടാണ് വരുന്നത്. അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ മുമ്പേ വെർട്ടിക്കൽ ലൈനായിരുന്നു കൺസിഡർ ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് കൺസിഡർ ദ ഹൊറിസോണ്ടൽ ലൈൻ ഇൻ ദ പർട്ടിക്കുലർ റീജിയൻ. ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലിമിറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വൈ ആണ് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കിട്ടുക എന്ന് ഓൾറെഡി ഐ ടോൾഡ് യു.
that you will get y as with the constant limit. അപ്പോൾ ഈ വൈയുടെ കോൺസ്റ്റന്റ് ലിമിറ്റ് അറിയാൻ വേണ്ടിയിട്ട് ആക്ച്വലി യു നോ y is with this horizontal movement from bottom to top. അപ്പം വൈയുടെ ലിമിറ്റ് അറിയാൻ ഈ ഹൊറിസോണ്ടൽ ലൈൻ താഴെ നിന്നും മുകളിലേക്ക് എത്രമാത്രം മൂവ് ചെയ്യണം ടു കവർ ദ റീജിയൻ. അപ്പോൾ വൈയുടെ കോർഡിനേറ്റ് എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പം താഴെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈയുടെ കോർഡിനേറ്റ് 0 0. അപ്പോൾ വൈയുടെ കോർഡിനേറ്റ് ലോവർ ലിമിറ്റ് 0 എന്ന് കിട്ടും. വൈയുടെ കോർഡിനേറ്റ് 0 ആണ്. ഇനി ഈ റീജിയൻ കവർ ചെയ്യാൻ വേണ്ടി ഈ ഹൊറിസോണ്ടൽ ലൈൻ എൻഡ് ചെയ്യുന്ന ഈ പോയിന്റിൽ വൈയുടെ കോർഡിനേറ്റ് 1 ആണ്. അതായത് ഇൻ ഓർഡർ ടു കവർ ദ റീജിയൻ വൈ ഹാസ് ദ അപ്പർ ലിമിറ്റ് 1. വൈയുടെ കോർഡിനേറ്റ് അതായത് in the movement or the upper lower it moves from bottom to top, the lower limit of y will be obtained as the coordinate of the lower at the first point, intersecting point, and here you will get the second coordinate of y as the upper limit. അപ്പോൾ 0 തുടങ്ങി 1 വരെ വൈയുടെ കോൺസ്റ്റന്റ് ലിമിറ്റ് കിട്ടി. ഇനി എക്സിൻ്റെ ലിമിറ്റ്സ് കിട്ടാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ വെർട്ടിക്കൽ ലൈൻ, ഇവിടെ ഹൊറിസോണ്ടൽ ലൈനാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. അത് y ഈക്വൽ ടു എക്സിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അതായത് എക്സിനെ വൈയുടെ ടേമിലാണ് നമ്മളിനി ലിമിറ്റ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പം എക്സ് ഈക്വൽ ടു വൈയിലാണ് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടച്ച് ചെയ്തിരിക്കുക. അതായത് എക്സ് ഈസ് വൈ ഓൺ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് എക്സ് ഹാസ് ലോവർ ലിമിറ്റ് വൈ. നൗ എക്സിൻ്റെ അപ്പർ ലിമിറ്റ് കാണാൻ നമുക്ക് ഇതിൻ്റെ എൻ പോയിന്റ് ടച്ച് ചെയ്തിരിക്കുന്നത് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിലാണ്. ബട്ട് നമുക്ക് വേണ്ടത് എക്സ് ഇൻ ടേംസ് ഓഫ് y ആയതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മളൊന്നും കൂടെ റീറൈറ്റ് ചെയ്ത് എക്സ് ഈസ് ഈക്വൽ ടു √y എന്ന് എഴുതണം. ഓക്കെ, ആക്ച്വലി നമുക്കിവിടെ എക്സിൻ്റെ ലിമിറ്റ് ഇൻ ടേംസ് ഓഫ് y അല്ലേ വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ തിരിച്ചാണ് നമുക്ക് എഴുതേണ്ടത്. എക്സ് ഈക്വൽ ടു √y എന്ന് എഴുതണം. അതായത് എക്സിൻ്റെ വാല്യൂ വേരീസ് ഫ്രം y to √y. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ നൗ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു √y എന്ന് പറയുന്ന ഇക്വേഷനും സെയിം ആണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു വൈ തുടങ്ങി എക്സ് ഈക്വൽ ടു √y വരെയാണ് എക്സിൻ്റെ വേരിയേഷൻ. സോ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻ പോയിന്റിൽ നിന്നും യു വിൽ ഗെറ്റ് ദ വേരിയേഷൻ ഓഫ് എക്സ് ഓൾസോ. സോ ഇത് നമ്മളിത് എഴുതുമ്പോൾ ഇൻ്റഗ്രൽ നമുക്കറിയാം കോൺസ്റ്റന്റ് ലിമിറ്റ് വരുന്നത് വൈക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഓർ ഔട്ടർ ഇൻ്റഗ്രൽ വിൽ ബി വിത്ത് റെസ്പെക്ട് ടു വൈ. കോൺസ്റ്റന്റ് ലിമിറ്റ് വരുന്നതാണ് ഔട്ടർ ഇൻ്റഗ്രലായിട്ട് എഴുതേണ്ടത് അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇന്നർ ഇൻ്റഗ്രലായിട്ട് വരുന്നത് എക്സിൻ്റെ ലിമിറ്റ്, ദാറ്റ് ഇസ് y to √y xy with respect to x dx dy. Okay, so here x is a variable limit with a function of y and y is with the constant limit. ഇനിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഇതിനെ ആദ്യമേ നമുക്ക് എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ലിമിറ്റ് കൊടുക്കുമ്പോൾ മുഴുവൻ ഫംഗ്ഷനും വൈയിലേക്ക് മാറും. വീണ്ടും വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് ലെഫ്റ്റ് ഫോർ യു ആൻ എക്സസൈസ്. ആൻഡ് യു സി നിങ്ങൾക്ക് രണ്ട് ആൻസറും സെയിം ആണോ കിട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.